നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടമ്മമാർക്ക് പൊതുവേ ഉള്ളൊരു ടെൻഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കുന്നുള്ളത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ് ഇതിപ്പോൾ വറുത്ത സേമിയാട്ടോ എടുത്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് ഒരു നേന്ത്രപ്പഴം കൂടി ആവശ്യമായിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് സേമിയാണ് എങ്കിൽ പോലും ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു കടായിലോട്ട് നെയ്യൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി വറുക്കാത്ത സേമിയാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി ഒന്ന് എക്സ്ട്രാ ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറ് മാറി വരുന്നവരൊന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. റോസ്റ്റഡ് സേമിയ ആണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ. റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ പോലും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം സേമിയ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ സേമിയ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറഞ്ഞു പോകരുത്. നമ്മൾ എത്രയാണോ സേമിയ എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. സേമിയ വേകുന്ന സമയം കൊണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് സേമിയയ്ക്ക് 1 നേന്ത്രപ്പഴം മതിയാവും. കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ സേമിയ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമായിട്ടില്ല. വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം. അതിനായിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഒന്നുകിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം. ഏതാണോ എളുപ്പം എന്നുള്ളത് അതനുസരിച്ച് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തായിട്ടൊരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതായത് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റേസിൻസ് ഉണ്ടല്ലോ, അതായത് ഉണക്കമുന്തിരി, അത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്നിങ്ങനെ വറുത്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്തു പോയ നേന്ത്രപ്പഴം എടുക്കരുത്. അതായത് പഴുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴമാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ സേമിയ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ നേന്ത്രപ്പഴം കൂടി ചെറുതായിട്ടൊന്ന് കഴിക്കാനായിട്ട് കിട്ടണം. ഇനി നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതായത് ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നോക്കൂ, ഇതിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ സേമിയ കൊണ്ട് ഉപ്പുമാവല്ല തയ്യാറാക്കുന്നത്. ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്ക് തരണേ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പുമാവെന്നും പറയാം. ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അതായത് ഈ നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയൊരു മധുരം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടത്തോടെ കഴിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒന്നുകിൽ ശർക്കര പൊടിച്ചത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. മധുരം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ പഴത്തിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം മധുരം ചേർക്കാനായിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയിൽ അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാകത്തിനുള്ള മധുരമാണ് ഏറ്റവും നല്ലത്. കൂടെ തന്നെ കുറച്ച് നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. നാളികേരം കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നാളികേരം കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ടോട്ടൽ 1 കപ്പ് നാളികേരം ആവശ്യമായിട്ടുണ്ട്. പകുതി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കി പകുതി സേമിയ കൂടെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ ടേസ്റ്റും അടിപൊളിയാട്ടോ. ഇത് നമ്മൾ സേമിയയും അതുപോലെ തന്നെ ഈ പഴം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നാളികേരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ആ നാളികേരത്തിൻ്റെ ഈർപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക.
ഇതുപോലെ ചെറുതായിട്ട് വറുത്തതിന് ശേഷം സേമിയ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കണമെന്നില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയും ആ ഒരു പഴക്കൂട്ടും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. 1 കപ്പ് സേമിയയ്ക്ക് 1 നേന്ത്രപ്പഴം തന്നെ മതിയാവും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 നേന്ത്രപ്പഴം വരെ ചേർക്കാം. കുറച്ച് നാളികേരം കൂടെ ചേർത്തെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നാളികേരം കുറച്ച് അധികം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നാളികേരം കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ സേമിയ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മതിയാകും. ഇനി ഇതിൽ കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഈ പഴത്തിന് തന്നെ ചെറിയൊരു മധുരമുണ്ട്. ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ അധികം മധുരം ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സേമിയ എടുത്തേക്കുന്നത് ഗോതമ്പിൻ്റെയാണ്, അതുപോലെ തന്നെയാണ് നേന്ത്രപ്പഴം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വളരെ ഹെൽത്തിയാണ്. ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. സേമിയ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കായിട്ടിരിക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ നേന്ത്രപ്പഴം. ഇപ്പോൾ ഇവ രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്